ഒന്നും കിട്ടില്ല, വെള്ളമൊന്നും കുടിച്ചെടുക്കാൻ. വെള്ളമൊക്കെ പുറത്തുനിന്ന് കൊണ്ടുകൊണ്ടാണ് ഇനി നനക്കലും പരിപാടിയൊക്കെ. അതുകൊണ്ടാണ് ഇത്ര ഭയങ്കര എക്സ്പെൻസീവായിട്ട് നിൽക്കണം. ഈ ബ്യൂട്ടിയാണ് സ്ഥലം, ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ് സാധനം. അതിന് നടക്ക് വലിയൊരു കുഴിയാണ്, അതിൻ്റെ അകത്തു നിന്നാണ് ഈ സാധനം പൊട്ടിത്തെറിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര കുഴിയായിട്ട് കിടക്കണേൻ്റെ അവിടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. നേരിട്ട് കാണുന്നതിൽ ഈ പ്ലേസിന് വേറെ എന്തോ ഒരു ഭംഗിയാണ് ക്യാമറ കൂടി കാണുന്നത്. എങ്ങനെ വന്നാലും ഒരു 600 മീറ്റർ എബോ ഉണ്ട് ഇതിൻ്റെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം നേരെ നമ്മൾ ഒരു വൈൻയാർഡ് കാണാൻ മണിപ്പോണി. അത് ഇവിടെ നിന്ന് കുറച്ച് ഓട്ടം ഉണ്ട്. ഈ പോണ വഴിക്ക് കംപ്ലീറ്റ് വൈൻയാർഡാണ്. ഇവിടെ നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണാൻ വേണ്ടി ഒരു സ്പോട്ടായിട്ട് പോണി. അവിടെ ഓപ്പൺ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതിൽ നമ്മൾ പോയി നോക്കാൻ പോകണം. നമ്മൾ ഇറങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. എന്നിട്ട് ഈ പോണ റൂട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. കിട്ടില്ല പ്ലേസാണ്. ഇതിങ്ങനെ ഈ റൗണ്ടിൽ ഡിഗ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് ഇവർ ഈ സാധനം വളർത്തുന്നത്. ആ മലയുടെ മുകളിലൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ, പക്ഷെ അതൊക്കെ അബാൻഡൻ ആണ്, അതൊക്കെ ഉപേക്ഷിച്ചിട്ടേക്കാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ചെറിയൊരു റൗണ്ട്സ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നോർമലി. ഫോണിൽ എന്തുമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. പക്ഷേ ഈ വൈൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, കാരണം ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഈ ലാൻസറോട്ടെ വൈൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഒരു വീടാണ് കേട്ടോ, ഒരു ഫാമറിൻ്റെ വീടാണ് ഈ കാണാൻ. അതിൻ്റെ ആൾത്താമസമുണ്ട്. ആ വീട് ഉണ്ടാക്കിയേക്കണം, നല്ല ഭംഗിയാണ്. കംപ്ലീറ്റ് ഈ കല്ലിങ്ങനെ ഇൻ്റർലോക്ക് ചെയ്താണ് ആ വീട് ഉണ്ടാക്കിയേക്കണം. അത് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. വണ്ടി പെടുത്തേണ്ട പോയാൽ വേറെ സിമെൻറ്റ് പരിപാടി അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല അവർ. ഈ ബാക്കിൽ ഈ റൗണ്ട് ഇങ്ങനെ വെച്ചേക്കണുണ്ടാ, അതായത് ഈ കല്ല് വെച്ചേക്കണതിന് ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഉണ്ടാ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വിൻഡ് വന്നെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കല്ലിങ്ങനെ വെച്ചത് പ്രൊട്ടക്ട് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഭയങ്കര കാറ്റാണ് ഇവിടെ ഫുൾ ടൈം. ചില സമയത്ത് ഇതിലും ഡബിളായിട്ട് വരും കാറ്റ്. അപ്പോൾ ഈ കാറ്റ് വന്ന സമയത്ത് ഈ മുന്തിരിയുടെ കൊല കുലുങ്ങിയത് താഴത്തുനിന്ന് കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ഒരു ഹാഫ് മാത്രം ഏറ്റവും കൂടുതൽ കാറ്റ് വേണ്ട പാർട്ട് നോക്കിയിട്ട് ഇങ്ങനെ അവർ മിക്ക് ചെയ്ത് വെക്കും. മനസ്സിലായി? ഇവിടെ വെള്ളമൊന്നും കിട്ടില്ല, വെള്ളമൊന്നും കുടിച്ചെടുക്കാൻ. വെള്ളമൊക്കെ പുറത്തുനിന്ന് കൊണ്ടുകൊണ്ടാണ് ഇനി നനക്കലും പരിപാടിയൊക്കെ. അതുകൊണ്ടാണ് ഇത്ര ഭയങ്കര എക്സ്പെൻസീവായിട്ട് നിൽക്കുന്നത്. നമുക്ക് മെയിൻലാൻഡിൽ 40 യൂറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3-4 കുപ്പി വൈൻ മേടിച്ച് കഴിക്കാം. 7 യൂറോ ഒക്കെയാണ് ഞാൻ എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീ എന്നൊരു വൈൻ മേടിച്ചത്. ഇവിടുത്തെ ഈ വൈനിന് 40 യൂറോ കൊടുക്കണം പെർ ബോട്ടിൽ. കാരണം അതിൻ്റെ പ്രോസസ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്. ഈ ബ്യൂട്ടിയാണ് സ്ഥലം, ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ് വേണ്ടി. പുള്ളി ആദ്യമൊക്കെ ഇവിടെ ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്ക് ഈ കഴുതന മേക്കലും കുതിരന മേക്കലൊക്കെ ആയിട്ടുള്ള പരിപാടി മാത്രമേ ഉണ്ടായുള്ളൂ. ഇവർക്ക് അറിയാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മുളക്കും എന്നുള്ളത്. പിന്നെ ഇവർ പ്ലാൻ ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് ഇതിന്മേ ചെറിയ ഹോൾസ് ഉണ്ട്. അത് ഈ നൈറ്റിലുണ്ടാകണ ചെറിയ മഞ്ഞും ഇതൊക്കെ ആയിട്ട് അത് അബ്സോർബ് ചെയ്തിട്ട് രാവിലെ അത് മോയ്സ്ചർ ചെയ്യും പുറത്തോട്ട്. അപ്പോൾ അത് ചെടിക്ക് അത്രയൊക്കെ മതി. മനസ്സിലായോ? അങ്ങനെയുള്ളത് എടുത്തിട്ടാണ് ചെടി വളരുന്നത് ഇവിടെ. അവർക്ക് പിന്നെയാണ് അത് മനസ്സിലായത്. അങ്ങനെയാണ് അവരിവിടെ വൈനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ, ഈ മുന്തിരി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വളർത്താൻ തുടങ്ങിയത്. എന്നാലും ഭയങ്കര മുകളിൽ കിടക്കുന്ന ഏരിയ ഒക്കെ ഉണ്ടാവില്ല, താഴത്തോട്ട് കുറച്ച് കുഴിച്ചാൽ ഈ പറഞ്ഞ സാധനം കിട്ടുള്ളൂ അവർക്ക്. അതെല്ലാം ഈ ലാൻഡിൽ കംപ്ലീറ്റ് ഒന്നുമില്ല, കുറച്ച് ഏരിയകളിൽ മാത്രം അങ്ങനെയുള്ളൂ. ഇത് അവിടെ ഒരു വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടായ വലിയൊരു മലയുണ്ട്, അങ്ങനെ ചേരാം. അതിൻ്റെ നടുക്കായിട്ടൊരു ജമട്ടൻ കുഴിയാണ്, നേരെ ഇതാക്കാണ് സാധനം. അതിൻ്റെ നടുക്ക് വലിയൊരു കുഴിയാണ്, അതിൻ്റെ അകത്തു നിന്നാണ് ഈ സാധനം പൊട്ടിത്തെറിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര കുഴിയായിട്ട് കിടക്കണേൻ്റെ. അവിടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ വൈൻയാർഡിലോട്ട് പോവാം. ഇതും അതേപോലെ തന്നെ സെയിം ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ, കംപ്ലീറ്റ്. ഇതിൻ്റെ നേരെ പുറകെ കാണുന്നത് ലാവാസി. ഇങ്ങനെ കിടക്കണോണ്ട് അതിനെ ലാവാസി എന്നവർ പറഞ്ഞത്. ഈ കാണുന്ന കംപ്ലീറ്റ് വോൾക്കാനോസ് ആണ് കംപ്ലീറ്റ്. അതിന് നടക്കണ ഈ സാധനം കൊണ്ടെന്ന് വെച്ചേക്കണം. അവിടെ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ആ കോൺക്രീറ്റ് പോലെ ചെയ്തേക്കണണ്ട, അത് അവർ ആ വീട്ടുകാർ ചെയ്ത് വെച്ചേക്കണാണ് കോൺക്രീറ്റ് പോലെ. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം മോയ്സ്ചറായിട്ട് രാത്രി ഇറങ്ങും. അതുമ്പോൾ മോയ്സ്ചർ പിടിച്ചിട്ട് രാത്രി ഒഴുകി ഇവിടെ ഒരു കിണറുണ്ട്, അതിൻ്റെ അകത്തൊന്ന് കയറും. ആ വെള്ളം ഒരു ഈ ആവശ്യക്കണ മൃഗങ്ങൾക്കും പരിപാടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി എടുക്കും. പേഴ്സണൽ യൂസിന് എടുക്കില്ല, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മാത്രം എടുക്കും. കുടിക്കാനൊന്നും എടുക്കില്ല വെള്ളം. ഇങ്ങനെ മൃഗങ്ങൾക്ക് കൊടുക്കാൻ ബാക്കിയുള്ള ചെറിയ പരിപാടിക്കൊക്കെ ആയിട്ട് ആ വെള്ളം അവർ ശേഖരിച്ച് വെക്കും. അല്ലാതെ ഇവിടെ വേറെ വെള്ളത്തിൻ്റെ സോഴ്സ് ഇത്തിരി ശോകം. ഇവർ നോർമലി കടലിൽ നിന്ന് വെള്ളം എടുത്ത് പ്യൂരിഫൈ ചെയ്താണ് കുടിക്കുന്നത്. അത് കുടിക്കാൻ കൊള്ളാം നമുക്ക്, പക്ഷേ എന്നാലും ഇവർ ഇത്തിരി കൂടി ബോയിൽ ചെയ്തിട്ട് എല്ലാവരും കുടിക്കാറുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഇവിടെ ആണെങ്കിൽ റൂമിൽ അവർ ബോയിൽ ചെയ്തിട്ടാണ് കുടിക്കുന്നത്. ഡയറക്റ്റ് ഡ്രിങ്കബിൾ ആണ് ശരിക്കും ആ വെള്ളം. ഇപ്പം നമ്മൾ യൂറോപ്പിലാണെങ്കിൽ സ്ലോവേനിയയിലൊക്കെ നമ്മൾ കുടിക്കുന്നത് ഡയറക്റ്റ് ഈ സാധനം തന്നെ. വലിയ കുഴപ്പമൊന്നുമില്ല. ചിലതിൽ ഇത്തിരി ഒരു വൈറ്റ് പൗഡർ ഉണ്ടാവും, അല്ലാണ്ട് വേറെ വലിയ വിഷയമൊന്നുമില്ല. ഇവിടെ അധികം വീടുകളൊന്നും ഇല്ലാണ്ടായി. ഏതെങ്കിലും ഒരു വൈൻയാർഡിൻ്റെ നടുക്ക് ഒരു ചെറിയ വീട്, നൈസ് സാധനം. അതേപോലെ തന്നെ ഇവിടെ ഈ ഫാർമറിൻ്റെ വീടായിരിക്കും ആ കാണുന്നത് പ്രോബബ്ലി. മനസ്സിലായോ?
ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഉണ്ട്. ഈ കാറ്റും കൊണ്ട് ഇവിടെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നു വേറൊരു പരിപാടിക്ക് നടക്കില്ല. അത്രയൊക്കെ മൂടായി വിട്ടിരുന്ന് ഈ കാണാൻ. പല മലക്കും പല കളറാണ് ഇവിടെ. ചിലത് ഭയങ്കര ബേണായിട്ട് കരിഞ്ഞിരിക്കൊണ്ടിരിക്കും, ചിലത് ഭയങ്കര റെഡായിരിക്കും, ചിലതിനൊരു വേറെ മൂഡ് കളർ, അങ്ങനെ പല മൂഡ് സാധനം. എന്തൊരു ലാൻഡ്സ്കേപ്പാണെന്ന് പറയുന്നത്. Surfers beach. Famara it's called, with a huge cliff. Okay. ഈ കാണുന്നത് ഒരു ഡെസേർട്ടാണ്. ഇത് ലാവാലാൻഡ് അല്ലേ? ഡെസേർട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇന്ത്യയിലും ഇവിടെയാണ് കടലും ഡെസേർട്ടും കൂടി കണ്ടുകൊണ്ടുള്ള സ്ഥലം. അതേതായാലും കലക്കി. നമ്മൾ ഒരുപാട് ലോങ് ഇങ്ങോട്ട് പോയിട്ടുണ്ടല്ല, ശരിക്കും ഓടാനുണ്ട് ഇങ്ങോട്ട്. പക്ഷേ ഈ വന്ന റൂട്ടെല്ലാം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം വീട് എടുക്കാൻ. പക്ഷേ കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ കംപ്ലീറ്റ് വീഡിയോയിൽ കാണിക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ കൊടുക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ വേറെ മൂഡ്. ക്യാമറ കൂടി കാണുമ്പോൾ ഇപ്പം മഴ പെയ്യുമെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അങ്ങനെ ഒരു മൂടിയ കാലാവസ്ഥ വേണം. മഴയൊന്നുമില്ല, മഴയൊന്നും പെയ്യാൻ ഒരു ചാൻസും ഇല്ല. ഇപ്പോൾ നമ്മൾ പോണ റൂട്ടിലൊരു സർഫിംഗ് ബീച്ച് ഉണ്ട്. ഇവിടെ സർഫ് ചെയ്യാൻ വരാനുള്ള പ്ലാനായിരുന്നു ഇന്ന്. പക്ഷേ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി കാരണം ഞങ്ങൾക്ക് പിന്നെ ഇന്ന് തിരയാൻ കുറവാണ്. പ്രോബ്ലം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ടൈം ഉണ്ടെങ്കിൽ സർഫ് ചെയ്യാൻ വരാമെന്നുള്ള പരിപാടിയിലിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ വന്ന് ആ ലൊക്കേഷൻ കണ്ടപ്പോൾ ചവിട്ടിയതാണ് ചേട്ടൻ. നല്ല രസം അവിടെ കാണാൻ വേണ്ടി. ഈ ലാൻഡ് റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഒരു 50-60 കിലോമീറ്ററിൽ എല്ലായിടത്തും അവിടെ ഇവിടെയായിട്ട് എപ്പോഴും പല പല ക്ലൈമറ്റ് ആയിരിക്കും. പെട്ടെന്ന് വെതർ ചേഞ്ച് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ നിൽക്കുന്നിടത്ത് ഇവിടെ കണ്ടു ഇവിടെ ഭയങ്കര വാമൻ, പക്ഷേ ഇവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് നോർത്തിലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ മുട്ടൻ ചൂടായിരിക്കും. ചിലത് ഭയങ്കര വിൻഡി ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ക്ലൈമറ്റ്. ഇത്ര കിലോമീറ്റർ വെച്ച് റൗണ്ടിൽ ഇവിടെ വെതർ ചേഞ്ചിങ് ആയിരിക്കും. അതൊരു വേറെ മൂഡാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മഴക്കാരുള്ള പോലത്തെ ഒരു ഫീലാണ് ഇവിടെ. കേട്ടോ, നേരിട്ട് കാണുന്നതിൽ ഈ പ്ലേസിന് വേറെ എന്തോ ഒരു ഭംഗിയാണ് ക്യാമറ കൂടി കാണുന്നത്. എങ്ങനെ വന്നാലും ഒരു 600 മീറ്റർ എബോ ഉണ്ട് ഇതിൻ്റെ ഹൈറ്റ് ഈ മലയുടെ. അതിൻ്റെ മുകളിൽ കൂടി ആണെങ്കിൽ ഒരുത്തും പാരാഗ്ലൈഡ് ചെയ്ത് കൊണ്ടാണ്. മന കിട്ടണ വ്യൂ അപ്പാരമായിരിക്കും. ഈ വെയിൽ മാറി കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ടെന്നല്ല. അങ്ങനെ എന്താ ഞാൻ രാവിലെ നമ്മൾ അവിടെ സർഫിങ്ങിന് പോയപ്പോൾ പോലും 20 ഡിഗ്രി ഒക്കെ ഉണ്ടായി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. വെയിൽ മാറിയോണ്ട് ആൾക്കാരൊക്കെ പയ്യനെ തെറിക്കണ സീനാണ് ഇവിടെ. ഭയങ്കര ക്ലീൻ ആയിട്ടോ, ഒരു തരി വേസ്റ്റ് ഇല്ല. ഒരു സിഗരറ്റിൻ്റെ ബഡ് പോലെ ആൾക്കാർ താഴ്ത്തിട്ട് അതെല്ലാം ഒരു കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നല്ലാണ്ടില്ലേ, സാധനം താഴ്ത്തുന്ന പരിപാടിയില്ല. കംപ്ലീറ്റ് കപ്പിൾസാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ക്യാമറ പിടിച്ച് ഒറ്റ കിടക്കണത്. ഇത് കണ്ടു, ഇതാണ് ഇവർക്കിടെ ഒരു മൂഡ്. അവിടെ പായലിൻ്റെ അവിടെ കിടന്ന ഒരു ഷഡ്ഡിങ് ജാക്കറ്റുമാണ്. അതവിടെ വേസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടെ കിടക്കണ ഇവിടെ കിടക്കണ വേസ്റ്റൊക്കെ എടുത്ത് പെറുക്കി ബിന്നി കൊണ്ട് ഇടാൻ പണി. ഒരു തരി വേസ്റ്റ്. അതുകൊണ്ട് ഇതെവിടെ ഒരു ബോട്ട് ഫിഷർമാൻ്റെ നിന്നൊക്കെ ഒഴുകി വന്നായിരിക്കും. എന്നിട്ട് ഇവിടെ ആരും ഊരിയിട്ടിടുമ്പോൾ ഇതല്ല. എന്നിട്ട് ഇതെടുത്തുകൊണ്ട് ഇപ്പോൾ ബിന്നിലിടാനുള്ള പരിപാടിയാണ്. കാരണം അത് വേസ്റ്റ് ക്ലീൻ ചെയ്യണത് മുനിസിപ്പാലിറ്റി മാത്രമല്ല, എല്ലാവരുടെയും കടമയാണെന്നുള്ളൊരു മൂഡായിരിക്കും. അതുകൊണ്ട് ഈ ബീച്ച് ഇങ്ങനെ ബ്യൂട്ടി ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കണം എന്നുള്ള മൂഡിലാണ് അവർ അത് പ്രൊട്ടക്റ്റ് ചെയ്യണത്. ഇനിയിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് അവിടെ ഒരു വില്ലേജ് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ വില്ലേജാണ്. ഇത് കാണുമ്പോൾ നമുക്ക് എനിക്ക് ഏകദേശം ഫീൽ ചെയ്യണത് ഒരു ലാറ്റിൻ അമേരിക്കൻ സെറ്റിൽമെൻറ്റിൻ്റെ ഒരു ഫീലുണ്ട് ഇവിടെ. കംപ്ലീറ്റ് ഇവിടുത്തെ ലോക്കൽസാണ്. നൈസ് വീടുകൾ. നമ്മൾ വൈൻ ഫാക്ടറി പോകാൻ ഇറങ്ങിയാണ്, പക്ഷേ ഈ ടൈമിന് ഇപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നേരെ ഈ വില്ലേജ് വന്ന് ഇവിടെ ഒന്ന് കറങ്ങി റിട്ടേൺ പോകാനുള്ള പരിപാടിയാണ്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് നൈറ്റ് ആകാറായി. ഇപ്പം തന്നെ ഇരുട്ടാകാൻ തുടങ്ങും ഇവിടെ. ഇനി ഇവിടെ നേരെ വണ്ടി കയറണം, റൂമിലോട്ട് പോകണം. പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റണമെങ്കിൽ നിർത്താമെന്നുള്ള മൂഡിലേക്കാണ്. ഇപ്പം നമ്മൾ
നമ്മൾ വന്ന റൂട്ടിൽ നിന്ന് മാറി വേറെ റൂട്ട് വഴിയാണ് പോണത്. ഇത് കാണാൻ ഒരു ബ്രസീലിയൻ ലുക്കൊക്കെ ആണെങ്കിലും സേഫാണ് കേട്ടോ, വലിയ ഡേഞ്ചറൊന്നുമില്ല, ആൾക്കാരൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഏത് ടൈം ആണെങ്കിൽ ഇറങ്ങി നടക്കാം. അങ്ങനെ റോബറി പരിപാടിയൊന്നും ഇല്ല, ക്രൈം റേറ്റൊക്കെ ഭയങ്കര കുറവാണ്. ഞാൻ ഇവിടെ വേണ്ടി ഇതുവരെ കാണാത്തൊരു ടീം തന്നെ ഇവിടുത്തെ കോപ്സാണ്. ഇവരെന്തിനാണെന്ന് എനിക്കറിയാൻ പറ്റും, ഇതുവരെ കണ്ടിട്ടില്ല. നെവർ സീൻ എ കോപ്പ് ഹിയർ. ചില സ്ഥലമൊക്കെ കാണുമ്പോൾ വേളാങ്കണ്ണി പോലെ തന്നെ തോന്നുന്നു എനിക്ക്. ഞാൻ ലാൻസറോട്ടെ തന്നെയാണ് നിൽക്കണമെന്ന് എനിക്കൊരു ഡൗട്ട് അടിക്കും. നമ്മളിപ്പോൾ നോർത്തിലേക്ക് ട്രാവൽ ചെയ്യണ വഴിയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഓൾഡ് ക്യാപിറ്റലാണ്. ഇപ്പോൾ പുതിയ ക്യാപിറ്റൽ മാറി ഇവിടെ നിന്ന് മാറ്റി പഴയ ക്യാപിറ്റൽ. ഇതിവിടെ സീ സൈഡാണ്. അപ്പോൾ പോണ വഴിക്ക് പഴയ ക്യാപിറ്റൽ എന്നാണ് നമ്മുടെ ചവിട്ടത്. ഇതിൻ്റെ പേര് ടെഗീസ എന്നാണ്. സ്പാനിഷിൽ ടെഗീസ എന്ന് പറയും, നോക്കി ഇംഗ്ലീഷിലാണെങ്കിൽ ടെഗീസ് എന്ന് പറയാം. നല്ല രസമാണ് പക്ഷേ കാണാൻ വേണ്ടി. ഇത് വാക്കിംഗ് സ്ട്രീറ്റ് ആണ്, വണ്ടിയൊന്നും കയറാൻ പറ്റില്ല. നല്ല രസമാണ്, അടിപൊളിയാണ്. പഴയ ഒരു ഓൾഡ് സ്ക്വയർ. കോൺസെപ്റ്റ് സ്റ്റോർ. ഇവിടെ കംപ്ലീറ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സുവനീർ ഷോപ്പ്, ഐറ്റംസ്, ബാറ്, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഈ ഓൾഡ് ടൗണിൽ കൂടി പോകാൻ നേരത്ത് നമുക്കൊരു ഫീൽ തന്നെ എന്താണെന്ന് പറയാം, ഈ ചില ലാറ്റിൻ അമേരിക്കൻ സീരീസൊക്കെ കാണില്ലേ, അതേപോലത്തെ ഒരു ഏരിയ കംപ്ലീറ്റ് അങ്ങനത്തെ ലൈഫ് സ്റ്റൈലുമാണ്, അതേപോലത്തെ ഒരു ഏരിയയാണ്. പിന്നെ സ്പാനിഷും കൂടി ആയതുകൊണ്ട് പറയണ്ട, കറക്റ്റ് ആ ഫീൽ നമുക്ക് കിട്ടും. നാർക്കോസൊക്കെ കണ്ടിരിക്കും, ഇത് നമ്മളെ കൊളംബിയയിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീൽ വന്നു. ആൾക്കാരുടെ സ്വഭാവത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഭയങ്കര പീസ്ഫുള്ളാണ് ഇവർ, ഭയങ്കര കമ്പനിയാണ്. ഇതൊരു ഫൗണ്ടനാണ്, പക്ഷെ അത് വർക്കിംഗ് അല്ല. ഹാപ്പി ഓണം. ഇത് കംപ്ലീറ്റ് ലാവ സ്റ്റോണിൽ തന്നെ പണിതേക്കുന്നുണ്ട്. ഇത് ബ്ലാക്ക്. നമുക്ക് ആ റെഡ് മല കാണിയാലും നിങ്ങളുടെ വന്നൊഴികൊക്കെ കാണാൻ പറ്റും, റെഡ് മല. അതിൻ്റെ കല്ലുകൊണ്ടാണ് ഇത് പണിതേക്കണം. ഇടയ്ക്ക് പാവോടിപ്പോൾ അങ്ങനെ പറയണം. മഴവെള്ളം വരാനുള്ള പാത്തി വരെ അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. നോർമലി ഈ ചർച്ച് ഓപ്പൺ ആയിരിക്കും, ഇന്ന് ഇത് ക്ലോസ്ഡ് ആണ്. ജസ്റ്റ് ടൈമിനാണ് വന്നത്. ഇവിടെ വേറൊരു സ്ക്വയർ ഉണ്ട്. വീടിൻ്റെ മുകളിലോട്ടൊക്കെയാണ് മരം പിടിപ്പിച്ചേക്കാം. ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്. ഭയങ്കര സാധനമൊന്നുമില്ല, കുറേ സാധനങ്ങൾ വിൽക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള, അല്ലാണ്ട് വലിയ പരിപാടിയൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. കാരണം പൈസ കൊടുക്കണം, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ച്. ഈവനിങ് ആകുമ്പോൾ ഇഷ്ടംപോലെ ബാർ ഓപ്പൺ ആവണം, നല്ല വൈബായിരിക്കും ഓപ്പൺ ആക്കാൻ വേണ്ടി. നൈസ് പാർട്ടി മൂടായിരിക്കും. ഇവിടെ അതുപോലെ തന്നെ വേറൊരു ചർച്ച ഉണ്ട്, അതിവിടെ. അത് നമ്മൾ ഈ പോണ വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. മറ്റേ നമ്മൾ കണ്ട ചർച്ച അതാണ്, അവിടെയും പുറത്ത് അപ്പുറ സൈഡ്. ഇത് വേറെ ഒന്നും. ഇവിടെ കംപ്ലീറ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പാണ്. അതുകൊണ്ട് ഒരു സാധനം മേടിക്കാൻ പറ്റില്ല, മുട്ടൻ എമൗണ്ട് ആവാൻ മാതിരി കളസം കീറോടുന്ന പോലെ മേടിച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ മലയുടെ മുകളിലൊരു കാസിലുണ്ട്, അതായത് പഴയ ഒരു വാച്ച് ടവറാണിത്. പണ്ട് ഈ പൈറേറ്റ്സിനെയൊക്കെ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു വന്നതൊക്കെ തടയാൻ വേണ്ടി വെച്ചാൽ അത് കാണാൻ വേണ്ടി പോകാനുള്ള പരിപാടി. അത് പക്ഷേ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്നാണ്. നമ്മൾ ഇപ്പോൾ തന്നെ 5 മണിയായാലും അതിൻ്റെ അരികത്തൊന്ന് പോയി അതൊന്ന് കണ്ട് കറങ്ങി വരാമെന്നുള്ള മൂഡിൽ നടക്കണേ. ഇപ്പോൾ
നമ്മൾ നേരെ ക്യാസറ്റിലേക്ക് പോകണം. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ഇവിടെ നിന്ന് അധികം ഓട്ടോ ഇല്ല, കുറച്ച് ഓട്ടോ ഉള്ളൂ ഇവിടെ ഞങ്ങളുടെ വണ്ടിക്ക്. ഒരു മലയുടെ മുകളിൽ കയറണമെന്ന് ഉള്ളത്. ആ കാണുന്ന ആ മലയുടെ മുകളിൽ നേരെ കാണുന്നതാണ് സാധനം. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നേരെ അങ്ങോട്ട് കയറി പോകും. ആ മലയുടെ മുകളിൽ കണ്ട അതാണ് ആ കാസറ്റ്. ഇതാണ് അങ്ങോട്ട് പോണ വഴി. കാസിൽ ഓപ്പൺ അല്ല, കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു വ്യൂ കിട്ടും. അത് കിട്ടുവാൻ അത് കാണാനുള്ള പരിപാടിക്കാണ് ഇപ്പം അമ്മ കയറണം. നമ്മുടെ ടൈമിംഗ് എല്ലാം ഭയങ്കര കറക്റ്റ് ആയതുകൊണ്ട് വന്നപ്പോൾ അതേ അടച്ചു പോയി. എനിക്ക് കയറാൻ പറ്റില്ല. നേരെ റിട്ടേൺ പോണേ, ഒരു പരിപാടി നടക്കൂല. അപ്പം നമ്മൾ നേരെ നോർത്ത് പിടിക്കാൻ പോണേ. ഇതവർക്ക് പണിത് തീർക്കാൻ പറ്റിയില്ല. അതിന് മുമ്പായിട്ട് ഈ പൈറേറ്ററൊക്കെ അവസാനിച്ച്. അപ്പോൾ പിന്നെ അയക്കാൻ അതിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ ഈ ക്യാപിറ്റൽ ഇവിടെ നിന്ന് മാറ്റിയോണ്ട് അത് പിന്നെ അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞ സാധനമാണ്. ഇനിയിപ്പോൾ നമ്മൾ ടെക് യൂസ് ചെയ്യുന്ന വിടണേ.